ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചിലപ്പോൾ ഒരുപാട് പേര് മിൻഹയോട് ചോദിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാണ്ട് മനസ്സിൽ കരുതുന്നുണ്ടാവാം. മിൻഹ ഒരു ടീനേജിലുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ഐ മീൻ ഒരു 19 years ഓൾഡ് ആയിട്ടുള്ള ഒരാള് ടീനേജ് കുട്ടികളെ അവരെ മെന്റർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനുള്ള പക്വത അവർക്കായോ, അല്ലെങ്കിൽ എന്താ ഒരു മിൻഹയുടെ ലൈഫ് ഇങ്ങനെ എന്താ പറയുക പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കില്ലേ എന്നൊരു വിമർശനമൊക്കെ കേട്ടിട്ടുണ്ടോ? അതിനോടുള്ള മറുപടി എന്തായിരിക്കും? അതിനുള്ള മറുപടി എന്താ വെച്ചാൽ, സി ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. വി കാൻ ഡിഫൈൻ എ പേഴ്സൺ ബൈ ദറ്റ് ഏജ്. ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന കാര്യം, ഒരിക്കലും ഒരാളെ നിങ്ങൾ ഏജ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യരുത്. ഞാൻ ഏത് സെഷനിൽ പോയാലും എൻ്റെ ഏജ് പറയാറില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയും ഞാൻ +1 പഠിക്കുന്ന കുട്ടി, +2 പഠിക്കുന്ന കുട്ടി. അപ്പോൾ അവരിങ്ങനെ വണ്ടർ അടിക്കും എത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും. കാരണം നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ഇത് ഈ കുട്ടിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഇവരുടെ അടുത്ത് നിന്ന് എന്താ കേൾക്കാനുള്ളത്, അതൊരിക്കലും കാണരുത്. അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അങ്ങനെ ജഡ്ജ് ചെയ്യരുത്. വിമർശനങ്ങൾ പിന്നെ നമ്മൾ വീക്കൂടെ കേട്ട് ഇതിലൂടെ വിടുന്നല്ലാണ്ട് വി ആർ മൂവിങ് ഓൺ വിത്ത് അവർ ലൈഫ് വേർ അല്ലാഹ് ഹാസ് ചൂസൺ അസ്. അപ്പോൾ ആ ഒരു പാത്ത് വേയിൽ സ്പിരിച്വലി പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മിറാക്കിൾസ് ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമർശകന് പറയാനുള്ളത്, എന്നെപ്പോലെ എന്നല്ല വേറെ ഒരുപാട് മക്കളുണ്ടായിരിക്കും. ദ വൺ തിങ് യു ക്യാൻ ഡു ഇസ് സപ്പോർട്ട്. ഒരുപാട് കുട്ടികളുണ്ട്. ഫോർ എൻ എക്സാമ്പിൾ ഫിലിമിലുള്ള ദേവൂട്ടി എന്ന് പറയും, ഐ ഡോണ്ട് നോ വെദർ യു നോ ഹെർ. ഒരു ചെറിയ മോളാണ്, ആൾ സംസാരം ഭയങ്കര പക്വതയാണ്. അതുപോലെ തന്നെ AI റിലേറ്റഡ് ആയിട്ട് ഒരു ചെറിയ മോനുണ്ട്. അപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് എഴുതുന്ന സമയത്ത് ചെറിയ വായിൽ എന്തിനാ വലിയ വർത്തമാനം എന്ന് ചോദിക്കില്ലേ. അതാണ് അങ്ങനെയാണല്ലോ പൊതുവെ സമൂഹത്തിൽ പറയാം. നമ്മൾ കമന്റ് ഇടുന്ന ആളുകൾക്ക് പക്വതയില്ല, ആ പറയുന്ന മക്കൾക്കെങ്കിലും പക്വത ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തുകൂടെ? അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളത്, അവരൊക്കെ ഫ്യൂച്ചർ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു പ്രായത്തിൽ അത്രയും മെച്ചോറിറ്റി കൂടി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എൻ ഈസി പാർട്ട്. ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ പോലെ 35-40 ആയിട്ടും പക്വത വരാത്തവരൊക്കെ ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഹൗ വി സീ അവർ ലൈഫ്. സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രം. നല്ല കാര്യം കാണുന്ന സമയത്ത് വെറുതെ ഇരുന്ന് കമന്റും വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കാണ്ട് ആ ഡയലോഗ് അടിക്കുന്ന ആൾക്കാരെ അറിയിക്കുക വാട്ട് ഐ എം ഡൂയിങ് വിത്ത് മൈ ലൈഫ്, വാട്ട് ഷീ ഈസ് ഓർ ഹീ ഈസ് ഡൂയിങ് വിത്ത് ഹർ ലൈഫ്. അപ്പോൾ അവിടെ കാണുന്ന സമയത്ത് തീരാവുന്ന കാര്യങ്ങളേ ഉള്ള ഈ വിമർശനങ്ങൾ എന്ന് പറയുന്നത്. ആക്സെപ്റ്റ് ചെയ്യുക, കേൾക്കാൻ പറ്റാത്തതാണെങ്കിൽ വിടുക, അത്രയേ ഉള്ളൂ.